സത്യങ്ങൾ ഒന്നൊന്നായി വെട്ടിത്തുറന്ന് പറയുകയാണ് ബിനീഷ് കോടിയേരി. തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തത് പിണറായിക്കെതിരെ മൊഴി കൊടുക്കാത്തതിൻ്റെ പേരിലെന്ന് ബിനീഷ് കോടിയേരി. ഇ ഡിക്ക് വഴങ്ങാത്തതുകൊണ്ടാണ് വീട് റെയ്ഡ് ചെയ്തതെന്നും ബിനീഷ് കോടിയേരി പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. ജയിൽ നാളുകളെക്കുറിച്ചും ബിനീഷ് കോടിയേരി പറയുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും പതറിപ്പോയിട്ടുണ്ട്. ജയിൽ നാളുകളിൽ ആഴ്ചയിലൊരിക്കൽ വീട്ടിലേക്ക് വിളിക്കാം. പറ്റുന്നില്ലെന്ന് അച്ഛനോട് പറയുമ്പോൾ വായനയിലേക്ക് ശ്രദ്ധ തിരിക്കാനായിരുന്നു അച്ഛൻ്റെ ഉപദേശം. പലപ്പോഴും എന്താ നമ്മളെ ആരും സംരക്ഷിക്കാത്തതെന്ന് താൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെന്നും ബിനീഷ് പറഞ്ഞു. പാർട്ടി തിരിഞ്ഞു നോക്കിയില്ലെന്ന അമ്മയുടെ പ്രതികരണത്തിൻ്റെ പശ്ചാത്തലം പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും തങ്ങളെന്നും പാർട്ടി കുടുംബമാണെന്നും ബിനീഷ് കോടിയേരി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ടെങ്കിൽ അത് പറയേണ്ടത് പാർട്ടിയോടാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് തിരുത്തേണ്ടത് പാർട്ടിയാണ്. അങ്ങനെയാണ് ഈ പാർട്ടി സംവിധാനം പോകുന്നതെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു. ജയിൽവാസത്തിൽ മാനസികമായി പ്രതിസന്ധി നേരിട്ടപ്പോൾ പുസ്തക വായനയിലേക്ക് തിരിയാനാണ് പിതാവ് ഉപദേശിച്ചത്. പിണറായി വിജയനെ തടഞ്ഞു വെച്ച് ഇ ഡി വീട്ടിൽ റെയ്ഡ് നടത്തുന്നു എന്നത് പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും സംബന്ധിച്ച് വൈകാരികതയുള്ള ഒരു വിഷയമാണ്. അങ്ങനെയൊരു സന്ദർഭത്തിലാണ് ഉദ്യോഗസ്ഥർ ജനക്കൂട്ടത്തിനിടയിലേക്ക് വരുന്നത്. പോലീസ് കൃത്യമായ മുൻകരുതൽ സ്വീകരിച്ചിരുന്നെങ്കിൽ അവിടെ ഒരു വിഷയവും ഉണ്ടാകില്ലായിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ പാർട്ടി പ്രവർത്തകർ പ്രതികരിച്ചത് അതിവൈകാരികതയുടെ പുറത്താണെന്നും ബിനീഷ് പറയുന്നു. യഥാർത്ഥത്തിൽ ഇ ഡിക്കെതിരായ പ്രതിഷേധം നടക്കുന്നതിനും ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ തൻ്റെ പാർട്ടി അംഗത്വത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. ജയിൽ മോചിതനായ ശേഷം അംഗത്വം പുതുക്കാൻ അപേക്ഷ നൽകിയിരുന്നു. പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയുണ്ട്. അതനുസരിച്ചുള്ള പരിശോധനകൾക്ക് ശേഷമാണ് അംഗത്വം നൽകുന്നതെന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു. ഏതായാലും മാസപ്പടി കേസിൽ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇ ഡി എന്നും മൊഴികളിൽ പൊരുത്തക്കേടെന്ന കണ്ടെത്തലിനുമുള്ള വാർത്തകളും ചർച്ചയായിരുന്നു. മാസപ്പടി കേസിൽ വീണ ടിയുടെ ബാങ്ക് ലോക്കറിൽ ഇ ഡി ഉദ്യോഗസ്ഥരുടെ പരിശോധനയുണ്ടായിരുന്നു. ബാങ്കിന് മുന്നിൽ അതീവ സുരക്ഷയുമുണ്ടായിരുന്നു. നേരത്തെ പിണറായി വിജയൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയ പരിശോധന ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ കേന്ദ്ര സേനാംഗങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്കെത്തിയിരുന്നു. ഏതായാലും മാസപ്പടി കേസിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കൊച്ചിയിലെ ഓഫീസിൽ 9 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ എഴുതി നൽകിയ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടികളാണ് വീണ നൽകിയത്. പിന്നീട് മൊഴി വായിച്ചു കേട്ട ശേഷമാണ് വീണ ഓഫീസ് വിട്ടത്.